ഫ്രാൻസിലെ അവിഞ്ഞോണിൽ 1433 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. 1433 നവംബർ 30 മുതൽ തുടർച്ചയായി ദിവസങ്ങളോളം ശക്തമായ മഴ കാരണം സോർഗ്യൂ, റോൺ എന്നീ നദികളിൽ ആപത്കരമാം വിധം വെള്ളമുയർന്നു. അവിഞ്ഞോൺ നഗരം വെള്ളത്തിൽ മുങ്ങി. സോർഗ്യൂ നദിക്കരയിലെ തങ്ങളുടെ കൊച്ചു പള്ളി വെള്ളത്തിൽ നശിച്ചു കാണുമെന്ന് ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹം കരുതി. നിത്യാരാധനയ്ക്ക് എഴുന്നള്ളിച്ചു വെച്ചിരുന്ന ദിവ്യകാരുണ്യം ഒലിച്ചു പോകാതെ വീണ്ടെടുക്കാനായി ആശ്രമത്തിൻ്റെ തലവനും മറ്റൊരു സന്യാസിയും കൂടി വഞ്ചി തുഴഞ്ഞ് പള്ളിയിലെത്തി. വളരെ വിഷമതകൾ സഹിച്ച് പള്ളിയിലെത്തിയ അവർ ഒരത്ഭുതം കണ്ടു. പള്ളിയിൽ 4 അടിയോളം വെള്ളമുയർന്നെങ്കിലും പള്ളിയുടെ കവാടം മുതൽ അൾത്താര വരെയുള്ള വഴി ഒട്ടും നനയാതെ ഇരിക്കുന്നു. മോശയുടെ കാലത്ത് ചെങ്കടൽ വഴിമാറിയതുപോലെയായിരുന്നു അൾത്താരയിലേക്കുള്ള വഴി. പള്ളിയുടെ വശങ്ങളിൽ വെള്ളമുയർന്നെങ്കിലും നടവഴി നനയാതെ നിന്നു. ദിവ്യകാരുണ്യത്തെ ജലം സ്പർശിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അത്ഭുതസ്തബ്ധരായ സന്യാസിമാർ തങ്ങളുടെ ആശ്രമത്തിലെ മറ്റ് സഹോദരങ്ങളെ വിവരമറിയിച്ചു. വിവരമറിഞ്ഞെത്തിയവരെല്ലാം ഈ അത്ഭുതം കണ്ട് ദൈവത്തെ സ്തുതിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തെ സംരക്ഷിക്കുവാൻ ജലഭിത്തി കെട്ടിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങേ മുന്നിൽ ഞങ്ങൾ മുട്ടുകുത്തുന്നു. ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.